മുംബൈയിൽ ആവേശം തീർത്ത ടീം ഇന്ത്യയുടെ റോഡ് ഷോ വിശ്വകിരീടം സ്വന്തമാക്കിയ കായിക താരങ്ങളെ മുംബൈയിലെ ജനസാഗരമാണ് വരവേറ്റത്. സ്പോർട്സ് ഡെസ്കിൽ നേം ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകൾക്ക് മുൻപായി പതിനായിരങ്ങളാണ് നരിമാൻ പോയിന്റിൽ അണിനിരുന്നത്. അത് ഇടയ്ക്ക് മഴ പെയ്തു. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജനസാഗരം കാത്തുനിന്നു ടീം ഇന്ത്യയെ വരവേൽക്കാൻ. വിശ്വകിരീടമായി എന്തായാലും മാതൃരാജ്യത്തെത്തിയ ടീമിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. അതിനുശേഷം വിക്ടറി പരേഡ് വാങ്കഡെ സ്റ്റേഡിയത്തിലും ആവേശ കാഴ്ചകൾ തന്നെയായിരുന്നു. എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഈ ഒരു വരവേൽപ്പിനെ? രണ്ടാമത്തെ വിശ്വകിരീടവും ചൂടിയെത്തിയ ഇന്ത്യൻ ടീമിന് ആവേശോജ്വല വരവേൽപ്പാണ് മുംബൈ നഗരം ഒരുക്കിയത്. മുംബൈ നഗരത്തിലെ നമ്മൾ പതിനായിരക്കണക്കിനെന്ന് പറയുമ്പോൾ പോലും പതിനായിരക്കണക്കിലേറെ ആളുകളാണ്, അതായത് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ലോക കിരീടം ചൂടി ഇന്ത്യൻ ടീമിനെ കാണുവാനായി ജനസാഗരങ്ങളാണ് ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തേക്കും ആ റോഡ് ഷോയിലും അടക്കം നിരവധി ആളുകളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഈ നിലയ്ക്കാത്ത ജനസാഗരം തന്നെയായിരുന്നു നമുക്കവിടെ കാണുവാൻ സാധിച്ചത്. ഇത്രത്തോളം ആരാധകർ സ്റ്റേഡിയത്തിലേക്കും മാത്രമല്ല റോഡ് ഷോയിലേക്കും എത്തുന്നത് ഇത് ആദ്യമല്ല. 2007 ഇന്ത്യ ലോക കിരീടം ചൂടിയൊന്നും ഇത്രത്തോളം ജനസാഗരം അന്ന് ആദ്യ ലോക കിരീടം ചൂടിയപ്പോഴും ഇത്രത്തോളം ആളുകൾ അന്ന് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു റോഡ് ഷോയെ വരവേൽക്കാൻ എത്തിയിരുന്നു. അതിന് സമാനമായ ഒരു ജനസാഗരം തന്നെയാണ് ഇന്ന് മുംബൈ നഗരം ഇന്ന് ആ ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. കാരണം ഇന്ത്യൻ ടീമിൻ്റെ രണ്ടാമത്തെ ലോക കിരീടം ചൂടിയെത്തിയ ഇന്ത്യൻ ടീം ഇന്ന് ഏകദേശം 6 മണിയോടുകൂടിയാണ് ഡൽഹിയിലെത്തുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയ ടീം അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രധാനമന്ത്രി ഒരുക്കിയ പ്രത്യേക വിരുന്നിൽ പങ്കെടുക്കുകയും സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അവിടുന്ന് പ്രത്യേക വിമാനത്തിൽ, അതായത് UK 1845 എന്ന് പറയുന്ന പ്രത്യേക വിമാനത്തിലാണ് ടീം മുംബൈയിലേക്ക് യാത്ര തിരിച്ചത്. കാരണം 1845 എന്ന് പറയുന്ന ആ വിമാനത്തിൻ്റെ പേര് എന്ന് പറയുന്നത് 18 എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പറായ 18ഉം 45 എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ ജേഴ്സി നമ്പറായ 45ഉമാണ് ഈ വിമാനങ്ങൾക്ക് വിസ്താരയുടെ പ്രത്യേക വിമാനത്തിന് പേര് നൽകി. അതായത് ഇന്ത്യയുടെ ഈ 2 അധികായന്മാർക്ക് സ്മരണാർത്ഥം ഈ അധികായന്മാരെ ഓർക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു പേര് നൽകിയത്. അതിനുശേഷം ആ പ്രത്യേക വിമാനത്തിൽ മുംബൈയിലെത്തിയ ടീം അംഗങ്ങൾ റോഡ് ഷോ, അതായത് നരിമാൻ പോയിന്റിൽ നിന്നും ആരംഭിച്ച ആ റോഡ് ഷോ ആരംഭിക്കുകയായിരുന്നു. ട്രോഫിയും വിശ്വകിരീടമായുള്ള ഒരു ബസ്സിൻ്റെ റോഡ് ഷോ ആണ്. ആ റോഡ് ഷോയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ജനങ്ങൾക്ക് ഒരു തിങ്ങി നിറഞ്ഞ ഒരു റോഡായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ടീം സഞ്ചരിക്കുന്ന ബസ്സിന് പോലും പോകാൻ സാധിക്കാത്തത്ര തരത്തിൽ ജനങ്ങളാണ് ചുറ്റുമുണ്ടായിരുന്നത്. മാത്രമല്ല മഴ ഇടയ്ക്ക് വില്ലനായി അവതരിച്ചു എങ്കിൽ കൂടിയും ആരാധകരുടെ ആവേശത്തിന് ഒട്ടും ശമനമില്ലായിരുന്നു. മഴ ശമിച്ചിട്ട് പോലും ആരാധകരുടെ ആവേശങ്ങൾക്ക് ഒട്ടും ശമനമില്ലായിരുന്നു. അതുകൊണ്ട് ഇഞ്ചോടിഞ്ചാണ് ബസ്സും നീങ്ങിയത്. എന്തായാലും വിക്ടറി പരേഡിന് ശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ ആഘോഷവും ആണ് നടന്നത്. സമ്മാനദാനം ഉൾപ്പെടെ. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.